Hi everyone, welcome to your new video. ഇന്ന് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഡെയിലി യൂസ് സെൻറ്റൻസസ്. വീഡിയോ കാണുന്നതിനോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുമ്പോൾ നമ്മൾ പറയാറില്ലേ ഇരിക്കൂ. ഇങ്ങനെ പറയാം, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്, പ്ലീസ് ബി സീറ്റഡ്, ഹാവ് യുവർ സീറ്റ്, ഹാവ് യുവർ സീറ്റ് എന്നും പറയാം. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരാൾ ഇടപെടുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ ഇതിലിടപെടരുത് എന്ന്. അത് നമുക്ക് ഇങ്ങനെ പറയാം, ഡോണ്ട് ഇൻ്റർഫെയർ ഇൻ മൈ അഫെയർസ്. എൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. ഡോണ്ട് ഇൻ്റർഫെയർ ഇൻ മൈ അഫെയർസ്, ഡോണ്ട് ഇൻ്റർഫെയർ ഇൻ മൈ അഫെയർസ്. എനിക്ക് ആ സാഹചര്യം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഐ കാൺ ഈവൻ ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. ഐ കാൺ ഈവൻ ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. പ്ലീസ് റിപ്പീറ്റ്, ഐ കാൺ ഈവൻ ഇമാജിൻ ദാറ്റ് സിറ്റുവേഷൻ. പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് ഓർമ്മയുണ്ടോ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടുമുട്ടിയതെന്ന്? എങ്ങനെ ചോദിക്കാം? ഡു യു റിമെമ്പർ വാൻ ഡിഡ് വി മീറ്റ് ലാസ്റ്റ്? ഡു യു റിമെമ്പർ, നീ ഓർക്കുന്നുണ്ടോ? വാൻ ഡിഡ് വി മീറ്റ് ലാസ്റ്റ്, എപ്പോഴാണ് ഞങ്ങൾ കണ്ടുമുട്ടിയതെന്ന്. വാൻ ഡിഡ് വി മീറ്റ് ലാസ്റ്റ്. കാര്യത്തിലേക്ക് വരൂ അല്ലെങ്കിൽ കാര്യത്തിലേക്ക് കടക്കൂ എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, കം ടു ദ പോയിന്റ്. ചുമ്മാ ലൂസ് ടോക്ക് പറഞ്ഞുകൊണ്ടിരിക്കാതെ കാര്യത്തിലേക്ക് കടക്കൂ എന്ന് പറയുന്നിടത്ത് കം ടു ദ പോയിന്റ് എന്ന് പറയാം. അവൾ വൈകുകയാണ്. ഷീ ഈസ് ഗെറ്റിംഗ് ലേറ്റ്. ഷീ ഈസ് ഗെറ്റിംഗ് ലേറ്റ്. അവൾ വൈകുകയാണ്. ഷീ ഈസ് ഗെറ്റിംഗ് ലേറ്റ്. യു ഹാവ് ടു സ്റ്റേ ഹിയർ. നീ ഇവിടെ നിൽക്കണം. യു ഹാവ് ടു സ്റ്റേ ഹിയർ. നീ ഇവിടെ നിൽക്കണം. അവൻ നുണ പറയുകയാണ്. ഹീ ഈസ് ലൈയിങ്. ഹീ ഈസ് ലൈയിങ്. അവൻ നുണ പറയുകയാണ്. അവൾ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ. ഷീ ഹാസ് ജസ്റ്റ് ഗോൺ. രാത്രി 12 മണി കഴിഞ്ഞ ശേഷവും സുഹൃത്തിനെ വാട്സപ്പിൽ ഓൺലൈനിൽ കാണുമ്പോൾ ചോദിക്കാറില്ലേ, നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു സ്റ്റിൽ അവേക്ക്? നീ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണോ? ആർ യു സ്റ്റിൽ അവേക്ക്? വാട്ട് വുഡ് ഐ ഡു വിത്ത് ദാറ്റ്? ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യും? What would I do with that? Please repeat, what would I do with that? അവൻ പുറത്തു പോയിട്ടുണ്ടാവാം. He might have gone out. He might have gone out. അവൻ പുറത്തു പോയിട്ടുണ്ടാവാം. ഇങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, പക്ഷെ ഒരു സാധ്യതയുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ മൈറ്റ് ഹാവ് ഉപയോഗിച്ച് പറയാം. ഒരു സെൻറ്റൻസ് കൂടി കാണാം. അവൾ വരുന്ന വഴിക്ക് ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയിരിക്കാം, അതുകൊണ്ടായിരിക്കും അവൾ ലേറ്റ് ആവുന്നത്. ഇങ്ങനെയൊക്കെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുമ്പോൾ മൈറ്റ് ഹാവ് ഉപയോഗിച്ച് പറയാം. ഷീ മൈറ്റ് ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ ട്രാഫിക്. എങ്ങനെ പറയാം? ഷീ മൈറ്റ് ഹാവ് ബീൻ സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ പറയാറില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇറ്റ്സ് നോ യൂസ് ക്രൈങ് നൗ. ഇറ്റ്സ് നോ യൂസ് ക്രൈങ് നൗ. ഒരു കാര്യം ഒന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു തിടുക്കം കാണിക്കുകയാണ്, എടുത്തു ചാടുകയാണ് എന്നൊക്കെ പറയുന്നിടത്ത് തിടുക്കം കാണിക്കരുത് എന്ന് പറയാൻ ഡോണ്ട് ബി ഹേസ്റ്റി ഉപയോഗിക്കാം. ഡോണ്ട് ബി ഹേസ്റ്റി. വി ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി ഹേസ്റ്റി ഡിസിഷൻസ്. ഞങ്ങൾ തിടുക്കപ്പെട്ട് ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ പറയാം? വി ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി ഹേസ്റ്റി ഡിസിഷൻസ്. വരുമ്പോൾ ഒരു പാക്കറ്റ് പാല് കൊണ്ടുവരൂ. എങ്ങനെ പറയാം? ബ്രിങ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് വൈൽ കമ്മിങ്. ബ്രിങ് എ പാക്കറ്റ് ഓഫ് മിൽക്ക് വൈൽ കമ്മിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.